വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്കാനാണ്. അത് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ എനിക്കറിയാവുന്ന ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് മാത്രമേ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ജോബ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നമുക്ക് അത്യാവശ്യമെന്ന് വെച്ചാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു CV ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ CV എപ്പോഴും ഒരു വേർഡ് ഫയലിലായിരിക്കണം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകേണ്ടത്. വേർഡ് ഫയലായിരിക്കണം നമ്മൾ CV സബ്മിറ്റ് ചെയ്യേണ്ടത്. PDF ഫയൽ സബ്മിറ്റ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ആകാൻ ഇച്ചിരി കൂടെ ഈസിയർ ആയിട്ടുള്ളൊരു കാര്യം വേർഡ് ഫയലിൽ നമ്മൾ CV സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ CV പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എൻ്റെ CV പ്രൊട്ടക്റ്റഡ് ആക്കിയാണ് വെച്ചേക്കുന്നത്. അതാകുമ്പം വേറൊരാൾക്ക് അത് റിസീവ് ചെയ്താലും ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളുടെ CV പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ UK-യിൽ ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊക്കെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ് കാണും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ അവരെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യും നമ്മുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡാണോ നോക്കുന്നത് ആ ഫീൽഡിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈസിലി ഷോർട്ട് ലിസ്റ്റ് ആകും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അത് നല്ലതായിരിക്കും. അത് ഒരു മസ്റ്റാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെങ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ ഇൻ്റർവ്യൂസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എങ്ങനെ ഏത് കോഴ്സ് ചെയ്യണം, നമ്മൾ ഏത് സർട്ടിഫിക്കേഷനാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് കുറേ പേർക്കെങ്കിലും കാണും. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു ഈസിയർ മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചല്ല, ഒരു ഈസിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ജോബ് ഡിസ്ക്രിപ്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും വായിക്കുമല്ലോ. ചിലർ ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ എഴുതിയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെ മറ്റൊരു ടൈറ്റിലിൽ ഡിസൈഡ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്നൊക്കെയുള്ള ടൈറ്റിലിൽ അവർ എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് അവർ ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു 5 തൊട്ട് 10 വരെ പല പല ജോബിൻ്റെ ആഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല കമ്പനീസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. അവരൊക്കെ എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് ആൾക്കാരെ എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പലയിടത്ത് റിപ്പീറ്റ് ആകുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കാണുമല്ലോ, അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ആകാനായിട്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് ആദ്യം ജോബ്സിൻ്റെ ഒരു ടാബുണ്ട്. ആ ജോബ്സിൻ്റെ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഫൈൽ, നമ്മൾ ഏത് പ്രൊഫൈലിലാണോ ജോബ് നോക്കുന്നത് ആ കീവേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിൽ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാൻ എൻറ്റയർ UK ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു 1000+ ജോബ്സ് ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ തൗസൻഡ്സ് ഓഫ് ജോബ്സിൽ നിന്ന് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ജോബ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീനിൽ കാണുന്ന പാസ്റ്റ് 24 hours എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആഡ് മാത്രം നമുക്ക് കാണാൻ പറ്റും. ഫിൽട്ടർ ചെയ്യാനുള്ള മറ്റ് ഓപ്ഷൻസാണ് നമ്മുടെ എക്സ്പീരിയൻസ് ബേസിസിൽ ഫിൽട്ടർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് റിമോട്ട് ജോബ്സ് ആണോ അതോ ഓൺ സൈറ്റ് ജോബ്സ് ആണോ ഇഷ്ടം, ആ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഈസി അപ്ലൈ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിലുള്ള ജോബ്സ് മാത്രം നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്ത് കിട്ടും. ഇങ്ങനെയുള്ള ജോബ്സ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്റ്റേണൽ ലിങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്ന നമ്മുടെ CV വെച്ചിട്ട് ഈ ജോബ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും സ്പെസിഫിക് കമ്പനീസ് പോസ്റ്റ് ചെയ്തേക്കുന്ന ആഡ് കാണണമെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് കമ്പനീസ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഇഷ്ടമുള്ള കമ്പനിയുടെ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആ പർട്ടിക്കുലർ കമ്പനി പോസ്റ്റ് ചെയ്തേക്കുന്ന ആഡ്സ് മാത്രം കാണാം. ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ജോബ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അന്നേരം നമുക്ക് കാണാം, ഇത് നമുക്ക് കമ്പനിയുടെ എക്സ്റ്റേണൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് ഈ ജോബ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഈസി അപ്ലൈ എന്നുള്ള ഓപ്ഷൻ അല്ല. ഇങ്ങനെ എക്സ്റ്റേണൽ കമ്പനി വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ എൻറ്റയർ ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ആണ് നമ്മൾ ഈ ജോബ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഈ ജോബ്സ് എന്നുള്ള ടാബിൻ്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ആഡ്സ് ആണ് നമ്മളിപ്പം കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് 2 തരത്തിൽ നമ്മൾ
ജോബ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഡ്സ് ഷെയർ ചെയ്തിട്ടുള്ള റിക്രൂട്ടേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അവരുടെ പേജസ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് പിന്നീട് അവർ ഷെയർ ചെയ്യുന്ന അല്ല അവർ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ ലിസ്റ്റിലോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്യുന്ന നമുക്ക് എല്ലാ പോസ്റ്റേഴ്സും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അവർ നമ്മുടെ കണക്ഷൻ ലിസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോബിൻ്റെ ആഡ് കണ്ടു, നമുക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾക്ക് അവർ പറഞ്ഞേക്കുന്ന ഇമെയിൽ ഐ ഡി നമുക്ക് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. അതുവഴി നമുക്ക് അവർക്ക് ഇമെയിൽ അയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇട്ടേക്കുന്ന റിക്രൂട്ടറിനെ നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ ഡയറക്റ്റ്ലി അപ്പം തന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാനും പറ്റും. അതൊരു മെത്തേഡ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും റിക്വസ്റ്റ് അയക്കാനും നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യാനും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസിൽ നമ്മളുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പബ്ലിക് പോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക് ആഡ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ തന്നെ റിക്രൂട്ടേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവർ നമ്മുടെ ഫ്രണ്ട്സ് അല്ല. പക്ഷേ നമുക്ക് അങ്ങനത്തെ ആഡ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. എൻ്റെ കറണ്ട് ഹോം പേജിൽ ഈ കാണുന്ന റിക്രൂട്ടറുമായിട്ട് എൻ്റെ ലിങ്ക്ഡിൻ പേജിൽ ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ആൾ ഷെയർ ചെയ്തേക്കുന്ന ജോബ് പോസ്റ്റ് എൻ്റെ പേജിലെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ എനിക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ കണക്ഷൻസ്, ഒരുപാട് റിക്രൂട്ടേഴ്സുമായിട്ട് നമ്മൾ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിലുള്ള ഒരു ഏറ്റവും വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അവർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ ഹോം പേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റിക്രൂട്ടേഴ്സിനെ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഫൈനാൻഷ്യൽ ക്രൈം റിക്രൂട്ടർ എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് കാണാം നമ്മുടെ പേജിൽ ഫൈനാൻഷ്യൽ ക്രൈം എന്നുള്ള പ്രൊഫൈലിൽ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവർക്കൊക്കെ നമുക്ക് കണക്ഷൻസ് അയച്ചിട്ട് ഇവരെയൊക്കെ നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ആയി കഴിഞ്ഞാൽ ലേറ്റർ ഓൺ ഇവർ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫൈനാൻഷ്യൽ ക്രൈം അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ജോബ്സ് നമുക്ക് നമ്മുടെ ഹോം പേജിൽ കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ സീ ഓൾ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിവിടെ മേലെ തന്നെ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമായിരുന്നെങ്കിലും നമുക്ക് ഏറ്റവും നമ്മളുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റിക്രൂട്ടേഴ്സിനെ നമുക്ക് കാണാനും നമുക്ക് അവരുടെ പേജ് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ കണക്ട് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചില റിക്രൂട്ടേഴ്സിന് നമുക്ക് ഒരു നോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. നമ്മൾ നോട്ട് എല്ലാവർക്കും ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ചിലർക്ക് നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ആ നോട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കണക്ഷൻ റിക്വസ്റ്റ് അവർക്ക് അവിടെ കിട്ടുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മെസ്സേജും കൂടെ അവർക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് തിങ്, നമ്മൾ ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എംപ്ലോയി എങ്ങനെയാണ് അവർ ഷെയർ ചെയ്തേക്കുന്ന ജോബ് റിലേറ്റഡ് പോസ്റ്റേഴ്സ് എങ്ങനെ കാണാം, അല്ലെങ്കിൽ ആ ആഡ് നമുക്ക് അവരുടെ പേജിൽ ഷെയർ ചെയ്തേക്കുന്ന ആഡ് നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ കീവേഡ് പ്ലസ് ഹയറിംഗ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. കാരണം മോസ്റ്റ്ലി എല്ലാ ആഡ്സിലും ഹയറിംഗ് എന്നുള്ളൊരു കീവേഡ് അല്ലെങ്കിൽ വി ആർ കറന്റ്ലി ഹയറിംഗ്, ആക്റ്റീവ്ലി ഹയറിംഗ് എന്നുള്ളൊരു കീവേഡ് അവിടെ എന്തായാലും കാണുമല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹയറിംഗ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൽ തന്നെ ഇവിടെ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് പോസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. അപ്പം തന്നെ നമുക്കിവിടെ കാണാം ഈ ആളിനെ ഞാൻ ഫോളോ ചെയ്യുന്നുമില്ല, എൻ്റെ കണക്ഷൻ ലിസ്റ്റിലും ഇല്ല. എന്നിട്ട് കൂടെ ഞാൻ നോക്കുന്ന ഈ പർട്ടിക്കുലർ കീവേഡിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ജോബ് എനിക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇവരുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ കൂടെ എനിക്ക് ഇവരെ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ജോബ് ആഡ് എൻ്റെ പേജിൽ എനിക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ജോബ്സ് കണ്ടെത്താനായിട്ട് പറ്റും. ഇതാണ് മറ്റൊരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പ്രൊഫൈലിനകത്ത് ഇങ്ങനെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കീവേഡ്സും കാണത്തക്ക രീതിയിൽ നമ്മളൊരു കവർ പേജ് നമ്മുടെ പ്രൊഫൈലിൽ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പം എൻ്റെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കീവേഡ്സും ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് എന്തിലൊക്കെയാണെന്ന് ഒരു റിക്രൂട്ടറിന് ജസ്റ്റ് ഒരു 1 or 2 സെക്കൻഡ്സിൽ തന്നെ നമ്മളുടെ
പ്രൊഫൈലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.